യെസ്, ഹായ് മകൾ, എല്ലാവർക്കും വിന്നേഴ്സിന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഹാർട്ടി 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 വെൽക്കം. എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? മക്കളെല്ലാവരും തന്നെ പ്ലസ് വണ്ണിലേക്ക് ഇപ്പോൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. കുറെ കുട്ടികൾ വിന്നേഴ്സിൽ പഠിക്കുന്നവരുണ്ടാകും, നേരത്തെ വിന്നേഴ്സിൽ പഠിച്ചവരുണ്ടാകും, ഇപ്പോൾ പുതിയതായിട്ട് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടാകും. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പ്ലസ് വണ്ണില് പല കുട്ടികൾക്കും പല സ്കൂളുകളിലും ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനൗൺസ് ചെയ്തേക്കുന്ന ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ അതിൽ ഫിസിക്സിൽ നിന്ന് മാക്സിമം 3 ചാപ്റ്റേഴ്സ് വരെ വരാം. അതിന് നിങ്ങളുടെ സ്കൂളുകളിൽ ടീച്ചേഴ്സിന് എടുക്കുന്ന ചാപ്റ്റേഴ്സ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ടീച്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും എക്സാമിലേക്ക് വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ഇല്ലാത്ത കുട്ടികളും ഉണ്ടാകാം. പക്ഷെ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ചില എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതുമായി റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ വിന്നേഴ്സിൽ നിന്ന് ഫിസിക്സിലെ ബാക്കി 2 ചാപ്റ്റേഴ്സ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെയും വീഡിയോസ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മാത്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ വീഡിയോസ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കാം. എന്തായാലും ഞാൻ അധികം കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നില്ല. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഈ പറയുന്ന ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് വരാൻ സാധ്യതയില്ല. വളരെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില ചോദ്യങ്ങൾ, അത് തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. നിങ്ങളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഭയങ്കരമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതൊന്നും ഇതിന് പിന്നിൽ ഉണ്ടാവില്ല. നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് വന്നേ പിന്നെ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു തുടങ്ങിയോ എന്നൊരു അനാലിസിസ് മാത്രമായിരിക്കും ഇത്തരത്തിലൊരു എക്സാം കൊണ്ട് സ്കൂളിൽ ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു ഡിസ്കഷനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ഡൗട്ട് വരുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഇക്വേഷൻസോ നോട്ട്സോ എഴുതാനുണ്ടെങ്കിൽ അതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ സ്ലൈഡിന്റെ ഗ്രൂപ്പിലേക്കല്ല, സോറി, ഓക്കെ, ഒന്നും തന്നെ എഴുതിയെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്ന സ്ലൈഡുകളുടെ എല്ലാം PDF-കൾ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുക്കേണ്ടതായി വരില്ല. സോ നമുക്ക് ചാപ്റ്ററിന്റെ കണ്ടന്റുകളിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. ഞാൻ ചാപ്റ്ററിന് കറക്റ്റ് ഓർഡറിലൊന്നുമല്ല ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ പോയിന്റ് ഇതാണ്, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. റൈറ്റ് ദ SI ആൻഡ് CGS യൂണിറ്റ് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിസ്പ്ലേ ചെയ്യും, അതിന്റെ CGS യൂണിറ്റുകളും SI യൂണിറ്റുകളും മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെന്റം ആൻഡ് ഇമ്പൾസ്. ജസ്റ്റ് അതിന്റെ CGS SI യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ SI യൂണിറ്റ് ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും SI യൂണിറ്റ് മീറ്റർ, CGS യൂണിറ്റ് ആകുമ്പോൾ സെന്റിമീറ്റർ. സ്പീഡ് ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, CGS ആണെങ്കിൽ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് ഓൾസോ മൊമെന്റം എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് യൂണിറ്റുകൾ വരുന്നത്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ സെക്കൻഡ്. ഇമ്പൾസിന്റെ SI യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ്. അതിന്റെ CGS വരുമ്പോൾ ഡൈൻ സെക്കൻഡ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് 1 ന്യൂട്ടൺ ഇൻ മീറ്റർ ഇസ് ഈക്വൽ ടു 10⁵ ഡൈൻ എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. സോ ഫോഴ്സ് എന്നുള്ളതിന്റെ SI യൂണിറ്റ് ന്യൂട്ടണും ഡൈൻ എന്ന് പറയുന്നത് അതിന്റെ CGS യൂണിറ്റും ആണ്. ഓക്കെ, ദെൻ വർക്കിന്റെ യൂണിറ്റ്, വർക്കിന്റെ SI യൂണിറ്റ് മാത്രം പഠിച്ചാൽ മതി. വർക്കിന്റെ SI യൂണിറ്റ് ജൂൾ.
പവർ ആണെങ്കിൽ സോറി അതിന്റെ ഇടയിൽ ഫോഴ്സ് വന്നിട്ടുണ്ട്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. പവർ വന്നിട്ടുണ്ട്, പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്. ദെൻ എനർജി ഈസ് അഗെയിൻ ജൂൾ. എനർജി അതുപോലെ തന്നെ വർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു CGS യൂണിറ്റ് വരുന്നുണ്ട്, അത് എർഗ് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ 10th വൺ പ്രഷറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. സോ ദീസ് ആർ ദ 10 physical quantities and their SI unit and some CGS units. നോർമലി യൂണിറ്റുകൾ ഏതെങ്കിലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ SI യൂണിറ്റുകളും CGS യൂണിറ്റുകളും ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി വരുന്ന ടോപ്പിക്കുകളിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. സോ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സോ നെക്സ്റ്റ് 4 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ ഏരിയ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ ഓർ സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഫെമിലിയർ ആണ്. വോളിയം വരുന്നത് മീറ്റർ ക്യൂബ് ഓർ സെന്റിമീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഈസ് ആക്ച്വലി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇസ് ദ SI യൂണിറ്റ്. gram per centimeter cube is the CGS unit, and finally the term angle എന്നുള്ളതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. CGS യൂണിറ്റ് ആയിട്ട് നമ്മൾ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. The SI unit of angle is റേഡിയൻ എന്നുള്ള യൂണിറ്റ് നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, സോ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റുകളും SI യൂണിറ്റും CGS യൂണിറ്റും അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ആക്ച്വലി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാനായിട്ട് നമുക്ക് ഏതാണ്ട് 8 റൂൾസിനടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആ 8 റൂൾസ് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം അതിന്റെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രോബ്ലം റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നതാണ്. സോ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 0.007 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന അവിടെ കടന്നോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 0.007 എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന വാല്യൂവിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ ആണ് നമുക്ക് വേണ്ടത്. A എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ. അതായത് നമുക്കൊരു 0 അല്ലാത്ത ഡിജിറ്റ് ഇവിടെ ഉണ്ട്. 0 അല്ലാത്ത നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. നോൺ സീറോ ഡിജിറ്റ്സ് എത്ര ഉണ്ടോ അതെല്ലാം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ ഉൾപ്പെടുത്തണം. ആ നോൺ സീറോ ഡിജിറ്റിന് മുന്നേ സീറോസ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ വേറെ നോൺ സീറോ ഡിജിറ്റുകളൊന്നും ഇല്ല എങ്കിൽ അതൊന്നും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഹിയർ ദ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇസ് 1. അതുപോലെ സെക്കൻഡ് ഒരു എക്സാമ്പിളിലേക്ക് പോവാണ്. ഓൾ ദ നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഇവിടത്തെ നോൺ സീറോ നമ്പേഴ്സ് എന്ന് പറയുന്നത് 264 ആണ്. അത് സിഗ്നിഫിക്കന്റ് ആണ്, അത് കൗണ്ട് ചെയ്യണം. 10 to the power വരുന്നതിന് ഒന്നും തന്നെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 10 to the power വരുന്ന 10 to the power 24 അതിനൊന്നും കൗണ്ടിങ്ങിൽ എടുക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ 10 to the power വരെയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന നോൺ സീറോ നമ്പേഴ്സിനെല്ലാം എന്തായിട്ട് കൗണ്ട് ചെയ്യാം? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ കൗണ്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മുടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെസിമലിലാണ്. ഡെസിമലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു ഡെസിമൽ വരുമ്പോൾ നോൺ സീറോ നമ്പറിന് മുന്നുള്ളതെല്ലാം കൗണ്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ 3 നോൺ സീറോ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു സീറോ വന്നിട്ടുണ്ട്. ഡെസിമൽ കഴിഞ്ഞിട്ട് നോൺ സീറോ നമ്പറിന് ശേഷം ഒരു സീറോ വന്നാൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ കൗണ്ട് ചെയ്യണം. സോ ദ ആൻസർ ഇസ് 4. അതുപോലെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ വാല്യൂ 4 എന്ന് തന്നെ കിട്ടും. ബിക്കോസ് 632 ആർ ദ 3 നോൺ സീറോ ഡിജിറ്റ് ആൻഡ് സീറോ കംസ് ആഫ്റ്റർ എ ഡെസിമൽ. ഡെസിമലിന് ശേഷമാണ് വന്നിരിക്കുന്നത്. സോ കൺസിഡർഡ് ഇൻ ദ കേസ് ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻ നമ്പർ E again 6.032 ഡിജിറ്റ് നോക്കുമ്പോൾ ഡെസിമലിന് ശേഷമാണ് സീറോ വന്നിരിക്കുന്നത്. ബട്ട് ദിസ് സീറോ ഈസ്
trapped between two non-zero numbers. അപ്പോൾ ഓർക്കുക, if the zero is trapped between two non-zero digits, non-zero ഡിജിറ്റുകൾക്കിടയിൽ ട്രാപ്ഡ് ആണെങ്കിൽ ഡെസിമലിന് ശേഷം വന്നിരിക്കുന്ന ഈ നമ്പറിന് മുന്നാണ് സീറോ വരുന്നത്, ബട്ട് ഇറ്റ് ഇസ് ട്രാപ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ കൗണ്ട് ചെയ്യണം. സോ ദ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓൾസോ 4. ആൻഡ് എഫ്, ക്വസ്റ്റ്യൻ നമ്പർ എഫ് 0.0006032. അപ്പൊ 2 കൗണ്ട് ചെയ്യണം, 3 കൗണ്ട് ചെയ്യണം, 0 ട്രാപ്ഡ് ആണ് കൗണ്ട് ചെയ്യണം, ഈ 6 കൗണ്ട് ചെയ്യണം, 4 ആയി. ഡെസിമലിന് ശേഷം സീറോസ് വന്നേക്കുന്ന കൗണ്ട് ചെയ്യണ്ട, ബിക്കോസ് നോൺ സീറോ നമ്പറിന് ലെഫ്റ്റിലാണ് ആ നമ്പേഴ്സ് വന്നിരിക്കുന്നത്. സോ എഗെയിൻ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, നോർമലി ഈ ഒരു റേഞ്ചിലുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ വരാൻ സാധ്യത ഉള്ളത്. ഇത്തരം പ്രോബ്ലംസ് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. 1 മാർക്കിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അധികം ഫെമിലിയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നില്ല, എന്നാൽ ഇത് സ്കൂളുകളിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ മേ ബി അതിനൊരു ചാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുമല്ല 2-3 ചാപ്റ്റേഴ്സ് മാത്രമുള്ളതുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദേ മേ ഇൻക്ലൂഡ് ദീസ് ടോപ്പിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നോക്കാം. അതായത് ഞാൻ അതും ചില എക്സാമ്പിൾസിന്റെ ബേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനൊരു തിയറി ഭാഗം ഇവിടെ പറയുന്നുണ്ട്, എന്നാലും ഞാൻ അതിനൊരു എക്സാമ്പിളിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം അതിന്റെ തിയറി ഭാഗം ജസ്റ്റ് ഒന്ന് പറയാം. ഒരു നമ്പർ, ആ നമ്പറിനെ ഞാൻ എം എന്ന് വിളിച്ചു. എം ഇൻറ്റു 10⁻k. നമുക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ എം ഇൻറ്റു 10⁻k എന്നുള്ള ഒരു വാല്യൂ ആക്കി നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണ് എങ്കിൽ, എമ്മിന്റെ സ്ഥാനത്ത് വരുന്നത് ലെസ് ദാൻ 5 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് k ആയിരിക്കും. അതായത് 10ന്റെ പവർ ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്പർ എത്രയാണോ അതായിരിക്കും നമ്മളുടെ k എന്ന് പറയുന്നത്. ഇനി എമ്മിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണ്, ഈക്വൽ ടു 5 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആണ്, ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് k+1 ആണ്. 10ന്റെ പവർ എത്രയാണോ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 8675 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ. ഇതിനെ 1 ഡിജിറ്റ് ആക്കി എഴുതണം. 1 ഡിജിറ്റ് ആക്കി എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.675 എന്ന് എഴുതണം. അപ്പൊ 3 ഡെസിമൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പവർ വരുന്നത് ഇൻറ്റു 10⁻³ ആണ്. 3 ഡെസിമൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, 8675 എന്ന നമ്പറിലേക്ക് എത്തുന്നത് 10⁻. ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ 8 ആണ്. 8 എന്ന് പറയുന്നത് എമ്മിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് k+1 ആണ്, അതായത് 3+1 ആണ്, അതായത് 4 ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു നമ്പർ തന്നിരിക്കുന്ന നമ്പർ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. 7.3 × 10⁻⁻⁴. ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഇവിടെ അഗെയിൻ 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ +1 ആണ്, -4 +1 ആണ്. സോ ദ ആൻസർ ഇസ് -3. അതുപോലെ തന്നെ 2000 ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഇതിനെ 2 × 10⁻³ എന്ന് എഴുതാം. ഹിയർ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. സോ സീ ദ ഡിഫറൻസ്. ഇഫ് ദ വാല്യൂ ഓഫ് എം ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, order of magnitude become k+1. If the value of m is less than 5, order of magnitude will be k. ഇതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിൽ നിന്ന് പ്രോബ്ലംസ് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സ്ലൈഡുകൾ ഒന്ന് മൂവ് ചെയ്ത് മുന്നോട്ട് പോകാം. യെസ്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിന്റെ ഞാൻ പറഞ്ഞതിൽ ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന സ്ലൈഡുകളാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോയിങ്. സോ സീ ദ ഫസ്റ്റ് വൺ 4 3 7 5. ഞാൻ ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. 3 വിൽ ബി ദ റൈറ്റ് വൺ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അഗെയിൻ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് സ്വന്തമായിട്ട് നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ 3 ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ദെൻ സി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, 0.0010 ആണ്. അപ്പോ നമ്മളുടെ 1.0 എന്ന് ഇതിനെ എഴുതുമ്പോൾ 1.0 എന്ന് എഴുതുമ്പോൾ 1 2 3 ഡെസിമല് റൈറ്റിലേക്ക് പോകണം. അപ്പൊ 10⁻³ എന്ന് വരും. 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആയതുകൊണ്ട് -3 വിൽ ബി ദ വാല്യൂ ഓഫ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. സോ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിന് ചില പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് കൂടി നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. മേ ബി ഒരു 1 മാർക്കിന്റെ ചോദ്യമായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് മാത്രമാണ് എന്ത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ കണ്ടിരിക്കുന്ന യൂണിറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ടേബിൾ എന്ന് പറയുന്ന രീതിയിൽ വരും. ഫിൽ ദ ബ്ലാങ്ക്സ് ഇൻ ദ ടേബിൾ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ചോദ്യം. ഇവിടെ നമുക്ക് 3 കോളംസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഡാഷ് ബേസ് യൂണിറ്റ് സിമ്പൽ എന്ന് തന്നിട്ടുണ്ട്. ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ബേസ് ക്വാണ്ടിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെങ്ത്, ഇലക്ട്രിക് കറണ്ട്. അപ്പൊ അതിന്റെ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും. മീറ്ററിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എം ആയിരിക്കും. ഇലക്ട്രിക് കറണ്ട് അതിന്റെ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. അതിന്റെ സിമ്പിള് എം തന്നിട്ടുണ്ട്. ഇവിടെ മോൾ എന്ന് പറയുന്ന സിമ്പിൾ ഒരു യൂണിറ്റിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. അത് ഇവിടെ മോൾ തന്നെ ആയിരിക്കും. MOLE മോൾ തന്നെ ആയിരിക്കും. സോ മോൾ ഇസ് എ SI യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. കെമിസ്ട്രിയിൽ പഠിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു യൂണിറ്റ് തന്നിരിക്കുന്നത് കാൻഡില എന്നുള്ളതിന്റെ സിമ്പിള് CD എന്നാണ് വരുന്നത്. കാൻഡില എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ നമുക്ക് മറ്റു ചില ക്വസ്റ്റ്യൻസ് കൂടി ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. അടുത്ത സ്ലൈഡിലാണ് ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് ഡിസ്കഷൻ അബൌട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ല, ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്. സോ ഒരുപാട് കോൺസ്റ്റന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ് ചോദ്യം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയമെൻഷൻ ഉള്ളതാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഉള്ളതാണ്. നിങ്ങളിൽ പലരും അത് ക്ലാസ്സിൽ ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. വിന്നേഴ്സിൽ നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി റിലേറ്റീവ് വെലോസിറ്റിക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല എന്നുള്ളതാണ്. റിലേറ്റീവ് വെലോസിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് the following list gives some physical quantities. Classify the physical quantities as vector and scalar. വെക്ടറും സ്കെയിലാറുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ചില എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾസിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ മിനിമം ഒരു 10 സ്കെയിലാർ ക്വാണ്ടിറ്റീസും ഒരു 15 വെക്ടർ ക്വാണ്ടിറ്റീസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് പഠിക്കുക. സോ അത് നമുക്ക് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റീസ് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇവിടെ വോളിയം, വെലോസിറ്റി, density and acceleration. There are 4 physical quantities given. So volume is scalar and density is another scalar quantity. Velocity and acceleration be the vector quantities. Okay. So ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ പെടുന്ന ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഇവിടെ താഴെ തന്നേക്കുന്നത്. സെയിം ഡെറിവേഷൻ തന്നെയാണ് പ്രീവിയസ് സ്ലൈഡിൽ. സാർ പ്രീവിയസ് സ്ലൈഡ് ഒന്നിട്ട് കൊടുത്തേ. പ്രീവിയസ് സ്ലൈഡിലേക്ക് വരുമ്പോൾ ആ പ്രീവിയസ് സ്ലൈഡിൽ നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയുടെ ബേസിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്.
ഡയമെൻഷണൽ അനാലിസിസിന്റെ യൂസസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് പഠിച്ചു നോക്കുക. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറൈവ് an expression അല്ലെങ്കിൽ the centripetal force depends on mass of body, velocity of body and radius of circular path. Find the expression for centripetal force acting on the body using principle of dimensional analysis. So നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. As we know, the centripetal force is proportional to mass, centripetal force is proportional to radius, centripetal force is proportional to volume. ഇത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് MRV എന്ന് നമുക്ക് ഷോർട്ട് ചെയ്യാം. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു M⁻A, R⁻B, V⁻C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി നോ ദാറ്റ് ടു റിമൂവ് പ്രൊപ്പോർഷണാലിറ്റി we should multiply it with a constant. That constant is K. So F is equal to K M⁻A, R⁻B, V⁻C. Then ഇക്വേഷന്റെ ബോത്ത് സൈഡ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുക. ഫോഴ്സ് ആണ് M⁻L⁻². റൈറ്റ് സൈഡിൽ K ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ്സ് ആക്ച്വലി എ നമ്പർ. M മാസ് ആണ് M⁻A, R ലെങ്ത് ആണ് L⁻B, V വെലോസിറ്റി ആണ് L⁻⁻1 ദാറ്റ് ഈസ് L⁻C, T⁻⁻C എന്ന് വരും. കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് M⁻1, L⁻1, T⁻⁻2 is equal to M⁻A, L⁻2. There are B and C, so B plus C. Then T⁻⁻C. So comparing, A is equal to 1, B plus C is equal to 1 because 1 is the power of L. Minus C is equal to -2, so C is equal to 2 എന്ന് വരും. So B is equal to 1 minus C, that is 1 minus 2 is equal to -1. So A, B, C constants നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ we can write F is equal to K, M⁻A, M⁻1, R⁻B, R⁻⁻1, V⁻C, C is 2, that is KMV² by R. Here the value of K is 1. ഇത് given ആണ്, ക്വസ്റ്റ്യനിൽ given ആണ്, value of K is 1 എന്നുള്ളത് given ആണ്. So from this F is equal to MV² by R. This is the expression for centripetal force experienced in the case of a circular motion. So അത് നമ്മൾ എന്തുപയോഗിച്ച് കണ്ടുപിടിച്ചേക്കുന്നു? നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചേക്കുന്നു. ഇതുപോലെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം T is equal to 2π√L/G യും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്? നമ്മളുടെ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാറുണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്കത് കളക്ട് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് ക്വാണ്ടിറ്റീസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. സോ ദർ ആർ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഏതൊക്കെയാണ് ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ദീസ് ആർ ദ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. സോ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിക്കുക ആൻഡ് ദെയർ SI യൂണിറ്റ്സ്. ഓക്കെ, റൈറ്റ് സൈഡിൽ അതിന്റെ SI യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓൾസോ SI യൂണിറ്റുകളും പഠിക്കുക. ഓക്കെ, മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, amount of substance and luminous intensity. These are the 7 fundamental quantities and also their base units are given. കൃത്യമായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒന്നോ രണ്ടോ ബേസ് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റുകളും നമുക്ക് എക്സാമിന് വരാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബേസ് ക്വാണ്ടിറ്റീസിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സപ്ലിമെന്ററി യൂണിറ്റ്സുകളാണ്. There are 2 supplementary quantities. One is plane angle and other is solid angle. The unit of plane angle is the supplementary അല്ലെങ്കിൽ standard unit of plane angle is radian and the solid angle is steradian. Steradian is the unit of
solid angle. Capital SR is the symbol used to represent steradian. Okay. Then supplementary unitsകൾക്ക് ശേഷം നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആയിരിക്കും. ഡിറൈവ്ഡ് യൂണിറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് CGS SI യൂണിറ്റ്സ് കൺവേർഷൻസ് ജസ്റ്റ് നോക്കിയേക്കാം. So 1 Newton is actually is equal to 10 raised to 5 dyne, and 1 Joule is equal to 10 raised to 7 erg. 1 Pascal is equal to 10 raised to 5 atmospheric pressure, ATM. ATM is the CGS unit of pressure, not familiar, not commonly used. കാരണം old unit ആണ് ATM, old unit ആണ്. Okay, Pascal is the SI unit of pressure. So Newton is the SI unit of force and dyne is the CGS unit of force. Joule is the SI unit and erg is the CGS unit of energy. Pascal is SI unit and ATM, atmospheric pressure, is CGS unit of pressure. ഈ ഒരു ടോപ്പിക്സ് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഡയമെൻഷൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. യെസ്, മൂവ് ചെയ്യാം. ഡയമെൻഷൻസ് ഓഫ് സം കോമൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഞാനിവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. ഈ ടേബിളിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കാം. എന്നാൽ നമുക്ക് ചിലതിനെ ഇവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഏതൊക്കെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. സോ ഇത് മൂവ് ചെയ്ത് വരുമ്പോൾ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ, അത് രണ്ടും നിങ്ങൾ പഠിക്കേണ്ട. ബാക്കിയുള്ളതെല്ലാം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ ആൻഡ് ആംഗുലാർ മൊമെന്റം. ദെൻ ഒരു ടൈം കൂടി കാണാൻ സാധ്യതയുണ്ട്, ഈസ് ടോർക്ക്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ, ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക്. ഈ പറയുന്ന 4 ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ഡയമെൻഷൻസും യൂണിറ്റും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റുകളും ഡയമെൻഷൻസും കൃത്യമായിട്ട് പഠിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫോഴ്സ് തരും, ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതാൻ പറയും, ഫോഴ്സിന്റെ യൂണിറ്റ് എഴുതാനായിട്ട് പറയാം. അതുപോലെ തന്നെ ഡെൻസിറ്റി തരാം, ഡെൻസിറ്റിയുടെ യൂണിറ്റ് എഴുതുക, അതുപോലെ തന്നെ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ ടേബിളിനെ ബേസ് ചെയ്ത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. സോ നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്നത് കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തരും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ, ഫിസിക്കൽ ക്വാണ്ടിറ്റി സിംഗിൾ അല്ല, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് തരും. അതിന്റെ കറക്റ്റ്നെസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കറക്റ്റ്നെസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഉപയോഗിച്ചിട്ടാണ് ഓരോ ഇക്വേഷൻസിന്റെയും കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ നോക്കാം. S is equal to ut plus half at square ആണ് ഇക്വേഷൻ. ഇതിൽ ഓരോ ടേമുകളും നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓരോ ടേമുകളുടെയും ഡയമെൻഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എസിന്റെ ഡയമെൻഷൻ L ആണ്. ut എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ L തന്നെ വരും. ഹാഫ് AT സ്ക്വയർ എന്ന് പറയുന്നതിൽ ഹാഫ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദെൻ AT സ്ക്വയർ ഡയമെൻഷൻ L തന്നെ വരും. ഓരോ ടൈമിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. പിന്നെ അതുമല്ല, ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് S is equal to ut plus half AT square ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. S is equal to ut plus half AT എന്നാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ടേംസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എസിന് ഡയമെൻഷൻ എടുക്കുമ്പോൾ L വരും, യുക്ക് ഡയമെൻഷൻ എടുക്കുമ്പോൾ L വരും. ഇവിടെ ഹാഫ് AT ആണ്. ഹാഫിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ATയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ അത് വീണ്ടും LT⁻⁻1 എന്ന് വരെയാണ്. മുകളിലെ പോലെ L ആയിട്ട് മാറിയിട്ടില്ല. സോ ഈ തന്നേക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി എന്തല്ല, കറക്റ്റ് അല്ല. ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ല, ഇക്വേഷൻ കറക്റ്റേ അല്ല. ബിക്കോസ് ഇക്വേഷൻ വരേണ്ടത് ut plus half AT square എന്നാണ് വരേണ്ടത്. ഇത്തരത്തിൽ ചില പ്രോബ്ലംസ് നമുക്ക് തരും. ആ പ്രോബ്ലംസ് ഡയമെൻഷനലി കറക്റ്റ് ആണോ, ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇതെല്ലാം അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ബേസ് ചെയ്തിട്ടാണ്. അടുത്ത ഇക്വേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതൊന്ന് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കിട്ടും,
ബട്ട് ആക്ച്വലി ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ് ബിക്കോസ് ഇവിടെ ഹാഫ് എ ടി സ്ക്വയർ എന്നേ വരാൻ പാടുള്ളൂ. ബട്ട് അറ്റ് ദ ടൈം അവിടെ പ്രസന്റ് ആയിട്ടിരിക്കുന്നത് 3/2 അല്ല 2/3 എ ടി സ്ക്വയർ എന്നാണ്. അത് റോങ് ആണ്, ഇക്വേഷൻ റോങ് ആണ്. ബട്ട് ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. കാരണം യു ടി പ്ലസ് എ ടി സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് തരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് നമ്മൾ ഈക്വൽ ആണ് എന്ന് കാണിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആണ് നമുക്ക് തരാൻ സാധ്യതയുള്ളത് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കണക്ട് ചെയ്യുന്നതാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ് അതിന്റെ ഡയമെൻഷനും. എം ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. അതിന്റെ ഡയമെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണ്. സോ ഒരു ഇക്വേഷൻ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് സൈഡിലെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. ഇവിടെ ഇൻ ദിസ് കേസ് ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് സൈഡിലെ ഡയമെൻഷനും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അടുത്തൊരു ഇക്വേഷൻ എങ്ങനെയാണ്, ഇ ഈക്വൽ ടു എം സി സ്ക്വയർ. ഇ എന്ന് പറയുന്ന എനർജിയാണ്, എം എന്ന് പറയുന്ന മാസ് ആണ്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഇതുപോലെ എം സി സ്ക്വയറിന്റെയും എനർജിയുടെയും ഡയമെൻഷൻ എടുക്കുമ്പോൾ രണ്ടും സെയിം ആണെന്ന് കിട്ടും. ദ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ആർ സെയിം. LHS is equal to RHS. അപ്പൊ നമുക്ക് എന്ത് പറയാം, we can say the equation is dimensionally correct എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയിൽ വരുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ് V is equal to x plus at. ഇവിടെ V ഇനീഷ്യൽ വെലോസിറ്റി ആണെന്നും A ആക്സിലറേഷൻ ആണ് എന്നും T ടൈം ആണ് എന്നും പറയും. ബട്ട് ഇവിടെ തന്നിരിക്കുന്ന x എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയാവുന്നതാണ് ആക്ച്വലി ദിസ് ഇക്വേഷൻ V is equal to u plus at ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഈ വിയുടെ ഡയമെൻഷനും എക്സിന്റെ ഡയമെൻഷനും എ ടിയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. അങ്ങനെ വിയുടെ ഡയമെൻഷനും എക്സിന്റെ ഡയമെൻഷനും എ ടിയുടെ ഡയമെൻഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ ഡയമെൻഷൻ വിയുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. വി എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു -1 ആണ്. അപ്പൊ എക്സിന്റെ ഡയമെൻഷൻ തന്നെയാണ് എൽ ടി റൈസ് ടു -1ന്റെയും ഡയമെൻഷൻ എന്ന് നമുക്ക് പറയാവുന്നത് ആണ്. ഓക്കെ, അത്തരത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഉപയോഗിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, the equation in the given equation x is equal to a plus bt plus ct square. X is equal to a plus bt plus ct square. Find the dimensions of abc. abc യുടെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. x is in meter, t is in seconds എന്ന് പറഞ്ഞാൽ x ലെങ്ത് ആണെന്നും t ടൈം ആണെന്നും നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാം x is equal to a plus bt plus ct square ആണെങ്കിൽ dimension of x is equal to dimension of b is equal to dimension of x is equal to dimension of a is equal to dimension of bt is equal to dimension of ct square. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സിന്റെ ഡയമെൻഷൻ ആണ്, എക്സ് എന്ന് പറയുന്നത് എൽ ആണ്. ബി ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്, ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ബൈ ടി ആണ്, എൽ ടി റൈസ് ടു -1 ആണ്. അതുപോലെ നമുക്ക് സിയുടെ ഡയമെൻഷനും ഇതായിട്ട് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നത് ആണ്. സോ എയും ബിയും സിയും നമുക്ക് കിട്ടി. എ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും പറയാം, എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ബി എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു -1 ആയതുകൊണ്ട് അത് വെലോസിറ്റി ആണ്. സി എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു -2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് ആക്സിലറേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയുമായി കണക്ട് ചെയ്ത് ഡയമെൻഷൻസിൽ ഇക്വേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു, ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. ദെൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻസിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. മിസ്സിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. സോ എഗെയിൻ ഡയമെൻഷണൽ അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മളൊന്ന് ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് എം ആൻഡ് വെലോസിറ്റി വി. നോക്കുക, ഒരു ബോഡി, ആ ബോഡിയുടെ എനർജി എന്ന് പറയുന്നത് മാസിന് പ്രൊപ്പോർഷണൽ ആണ് എന്നും എനർജി എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള ബേസിക് കൺസെപ്റ്റ് എടുത്തതിന് ശേഷം കമ്പൈൻ ചെയ്ത് എം റൈസ് ടു എ വി റൈസ് ടു ബി എന്നെഴുതി, ദെൻ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു എം റൈസ് ടു എ വി റൈസ് ടു ബി എന്നെഴുതി. ആസ് വി നോ ദ ഡയമെൻഷൻ ഓഫ് എനർജി ഈസ് എം,
L square T raised to minus 2 ആണ്, where K is dimension less quantity. അപ്പോൾ M raised to A, L raised to B, T raised to minus 2, 2 ഇല്ല, T raised to minus B. കാരണം വെലോസിറ്റി ഡയമെൻഷൻ L, T raised to minus 1. രണ്ട് സൈഡ് കൂടി കമ്പയർ ചെയ്യുക. അപ്പോൾ A is equal to 2 എന്ന് വരും, B is equal to 2 എന്ന് വരും. A is equal to 2 എന്ന് വരും, B is equal to 2 എന്ന്, സോറി, A is equal to 2 അല്ല, A is equal to 1 എന്ന് വരും, B is equal to 2 എന്ന് വരും. ഇത് രണ്ടും കമ്പയർ ചെയ്യണമെന്നില്ല, അപ്പോഴും B 2 എന്ന് തന്നെ കിട്ടുള്ളൂ. സോ എനർജി is equal to K M raised to 1 V raised to B, B യുടെ വാല്യൂ 2. അപ്പോൾ K M V സ്ക്വയർ എന്ന് എഴുതാം. ആക്ച്വലി നമുക്കിവിടെ K എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടുത്തെ കെയുടെ വാല്യൂ അറിയാം. നോർമലി നമ്മൾ പഠിച്ചേക്കുന്നത് ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. അപ്പോൾ അവിടെ കെയ്ക്ക് പകരം ഹാഫ് എം വി സ്ക്വയർ ഹാഫ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം ഒന്നും ഇല്ല. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു സിമ്പിൾ പെൻഡുലത്തിന്റെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ട്യൂഷൻസിനൊക്കെ ആണെങ്കിലും അത് നിർബന്ധമായി എടുത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. പിന്നെ കൂടാതെ ഈ ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടേക്കുകയും ചെയ്തേക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അത്ര ഫെമിലിയർ അല്ലാത്ത, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്, റൗണ്ടിങ് ഓഫ് ദ അൺസർട്ടൺ ഡിജിറ്റ്സ്. അൺസർട്ടൺ ഡിജിറ്റുകളുടെ റൗണ്ടിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് ആദ്യം ഒന്ന് പറയാം. അതായത് നമുക്ക് ചില വാല്യൂസ് തന്നിരിക്കുന്നു. നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത് 6.783. അതുപോലെ തന്നെ എക്സാമ്പിൾസ് നമുക്ക് സ്ലൈഡ് വഴി തന്നെ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതായത് എക്സ് ഈക്വൽ ടു 7.8. അതിന് നമുക്ക് റൗണ്ട് ചെയ്തു, 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്തു. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും 7.82 ഉണ്ട്, അതിനെ 2 ഡിജിറ്റ്സ് ആക്കി റൗണ്ട് ചെയ്യുക എന്ന് പറയും. അപ്പൊ 7 എഴുതി 8 എഴുതി 2 നമ്മൾ മാറ്റി. കാരണം 2വിനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 എന്ന് പറയുന്നത് 5നേക്കാൾ താഴെ വരുന്ന നമ്പർ ആയതുകൊണ്ട് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത നമ്പർ 3.94. അതിനെ 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ 3 എടുക്കണം, 9 എടുക്കണം, 4 എടുക്കണ്ട. 4 ലെസ് ദാൻ 5 ആയതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാം. ദെൻ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ 6.87. അതിനെ 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്തേക്കാണ് 6.9. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.8 എഴുത്ത് നിർത്താനായിട്ട് പറ്റില്ല. 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഒരു 1 എടുത്ത് ഇപ്പുറത്തേക്ക് കൊടുക്കണം, 1 എടുത്ത് 8ലേക്ക് കൊടുക്കണം. സോ 6.87 റൗണ്ടഡ് ഓഫ് ടു 6.9. 12.78 അതിന് 12.8ലേക്ക് റൗണ്ട് ചെയ്തു. 7/8 എന്നുള്ളതിൽ 8 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് 1 എടുത്ത് ഇപ്പുറത്തേക്ക് റീപ്ലേസ് ചെയ്തു. ദെൻ അടുത്തത് 16.351. അതിനെ 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 16.4 എന്ന് വരും. ദെൻ അതുപോലെ തന്നെ 6.758 റൗണ്ട് ചെയ്യുമ്പോൾ 6.8 എന്ന് വരും. ബിക്കോസ് 7 കഴിഞ്ഞിട്ട് 5 ആണ് വന്നിരിക്കുന്നത്. 5 ഓർ ഗ്രേറ്റർ ദാൻ 5 ആണ് എങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യുക, അതിനെ റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി വരുന്ന പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. യെസ്, ഈ ഒരു പോയിന്റുകളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ഓഫ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല. സോ നമ്മളുടെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ഡയമെൻഷൻസിനെ കുറിച്ചുമാണ് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ഡയമെൻഷൻസ് തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഡയമെൻഷൻസ് മാത്രമല്ല അതോടൊപ്പം എന്തുകൂടി ചേർത്തിട്ടുണ്ട്, യൂണിറ്റ് കൂടി ചേർത്തിട്ടുണ്ട്. സോ നോക്കാം, ഡയമെൻഷണൽ ഫോർമുല ഓഫ് സം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത് L സ്ക്വയർ ആണ്. എഴുതുമ്പോൾ M⁻⁴ L² T⁻⁴ എന്ന് റെപ്രസെന്റ് ചെയ്യാം. യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ.
ദെൻ വോളിയം എൽ ക്യൂബ് ആണ് യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് മാസ് ബൈ വോളിയം ആണ് ഇക്വേഷൻ. മാസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, വോളിയത്തിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. സോ ml⁻³ വരും. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് വരുന്നത്. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, പ്രഷർ ആൻഡ് പവർ, ഫ്രീക്വൻസി, സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡും വെലോസിറ്റിയും നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ഉപയോഗിച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ കിട്ടും. രണ്ടും സെയിം ആണ്, യൂണിറ്റ് സെയിം ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരെണ്ണം സ്കെയിലർ ആണ്, ഒരെണ്ണം വെക്ടർ ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി ഇൻഡിക്കേറ്റ്സ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. അതിന് ഫ്രീക്വൻസിയുടെ ഡയമെൻഷനിലേക്ക് മാറ്റുമ്പോൾ t⁻⁻1 എന്ന് വരും. സോ t⁻⁻1 ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എങ്കിൽ അതിന്റെ ഡയമെൻഷൻ എങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് second⁻⁻1 ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് മൊമെന്റം. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. മൊമെന്റത്തിന്റെ യൂണിറ്റും സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് രണ്ടും ചെയ്യാനായിട്ട് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ ഡയമെൻഷൻ എഴുതുക, വെലോസിറ്റി ഡയമെൻഷൻ എഴുതുക. മാസിന്റെ യൂണിറ്റ് എഴുതുക, വെലോസിറ്റി യൂണിറ്റ് എഴുതുക. സോ ഇതാണ് എന്ത് മൊമെന്റം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും യൂണിറ്റും എഴുതുന്നത്. ദെൻ ആക്സിലറേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അവിടെയും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതാൻ പറ്റും. യൂണിറ്റുകളും അവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇമ്പൾസിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ എഴുതുക. ഡയമെൻഷൻ ഫോർമുല വരുന്നത് ml⁻⁻1 ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നത്. അത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇമ്പൾസിന്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് ഡയമെൻഷൻസ് ആയാലും യൂണിറ്റ്സ് ആയാലും എഴുതാൻ പറ്റും. സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. യൂണിറ്റും ഡയമെൻഷനും നമുക്ക് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനർജി അല്ലെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ സെയിം തന്നെ ആണ്. ഓക്കെ, അവിടെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എനർജി ഏത് ടൈപ്പ് വന്നാലും അതിന്റെ എല്ലാം ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. സോ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്പർ 15 ഇസ് പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് ഫെമിലിയർ ആണ്, ഏരിയയുടെ ഡയമെൻഷൻ നമുക്ക് ഫെമിലിയർ ആണ്. സോ പ്രഷറിന്റെ ഡയമെൻഷൻ ml⁻⁻1 t⁻⁻2 ആണ്. യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. SI യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ ആൻഡ് ദ നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ബൈ ടൈം ആണ്. വർക്കിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, ടൈമിന്റെ ഡയമെൻഷൻ അറിയാം. കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ml²t⁻³ വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് പവർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് SI യൂണിറ്റ് ഇസ് വാട്ട് എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ഇതുപോലെ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റുകളും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നോർമലി ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിക് ഇതാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് നോ ഡയമെൻഷൻ നോ യൂണിറ്റ്. ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേര് എഴുതുക, സാധാരണ വരാൻ സാധ്യതയുള്ളതാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വേറെ ഒന്നും നോക്കണ്ട. സ്ട്രെയിൻ ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി അതുമാത്രം എടുത്താൽ മതി. സ്ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അധികം ഫെമിലിയർ അല്ല, ബട്ട് അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. സ്ട്രെയിൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ സ്ട്രെയിനും യൂണിറ്റ് ഇല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്കും യൂണിറ്റ് ഇല്ല, സ്ട്രെയിനും ഡയമെൻഷൻ ഇല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്കും ഡയമെൻഷൻ ഇല്ല. ദെൻ അനദർ ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് യൂണിറ്റ്സ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ്സ് ഉണ്ട് പക്ഷെ എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ആംഗിള് പഠിച്ചു വെക്കുക, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ച് വെക്കുക. ആംഗിളിന് യൂണിറ്റ് ഉണ്ട് പക്ഷെ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അത് ആംഗിൾ തന്നെയാണ്, അതിന് യൂണിറ്റ് ഉണ്ട് ബട്ട് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ഡയമെൻഷൻസും പഠിച്ചു നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ്. അതിൽ ഒന്നാമത്തേതാണ്
ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നതാണ്. F is equal to G m1 m2 divided by r square. ഇവിടെ ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് we can rearrange the equation as G is equal to F r square divided by m1 m2. So dimension of G is equal to force dimension, distance dimension, mass dimension. Force dimension ഇവിടെ എഴുതിയിട്ടുണ്ട് ml t raised to minus 2. r square എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ ആണത്, l സ്ക്വയർ എന്ന് വരും. ആൻഡ് മാസ് m എന്ന് വരും. മാസ് ഓരോന്ന് ക്യാൻസൽ ആവും. ദെൻ മാസ് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ m raised to minus 1. ഇവിടെ ഓൾറെഡി എല്ലും എൽ സ്ക്വയറും ഉണ്ട്, അപ്പൊ അത് എൽ ക്യൂബ് ആകും. t raised to minus 2. So m raised to minus 1, l raised to 3, t raised to minus 2 is the dimensional value of gravitational constant. And also നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള അടുത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. ഹിയർ h ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇവിടെ h ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ് ആണ്, v വെലോസിറ്റി ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ അത് വേവ് ലെങ്ത് ആണ്. വേവ് എന്തോ ആയിക്കോട്ടെ, ലെങ്ത് ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ ലാംഡയുടെ ഡയമെൻഷൻ L ആണ് എന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ ബിക്കം h is equal to ലാംഡ mv. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്, ലെങ്ത് ഡയമെൻഷൻ L എഴുതി. m മാസ് ആണ്, m എഴുതി. v എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, L t raised to minus 1 എഴുതി. m ആദ്യം തന്നെ എഴുതി, L രണ്ടെണ്ണം ഉണ്ട്, അപ്പൊ അത് L സ്ക്വയർ ആയി t raised to minus 1. അപ്പോ m L സ്ക്വയർ t raised to minus 1 എന്ന് നമുക്ക് കിട്ടി. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടൊന്ന് പറയാണ്. വേറൊന്നുമല്ല മക്കളെ, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഞാൻ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത സ്ലൈഡിൽ കണ്ടുപിടിച്ച മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷന് ഈക്വൽ ആണ്. നിങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. The dimension of Planck's constant is equivalent to the dimension of dash quantity. ഇതിന് മുമ്പ് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി അതിന് ബന്ധം ഉണ്ട്, ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിന്നേഴ്സിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലേക്ക് ഇടാവുന്നതാണ്. പ്ലസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്ത് നോട്ട്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിന്നേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ഫിസിക്സിലെ 2 ചാപ്റ്ററിന്റെ വീഡിയോസ് കൂടി വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഫിസിക്സിന് മാത്രമല്ല, മാത്സിനും ബയോളജിക്കും കമ്പ്യൂട്ടർ സയൻസിനും അതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിന്നേഴ്സിൽ കോൺടാക്ട് ചെയ്ത് വിന്നേഴ്സിൽ ഇത്തരത്തിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. നല്ല മാർക്കുകളിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഒരു ടൈമിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.